ഇന്ന് മാത്രം പൊലിഞ്ഞിട്ടുള്ളത് 24 മണിക്കൂറിനുള്ളിൽ ഈ കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് 2 പേരാണല്ലേ. കൂടാതെ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് മുന്നേ കാണാതായിട്ടുള്ള ആളുടെ മരണം കാട്ടാന ആക്രമണം കൊണ്ടാണ് എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി വന്നിട്ടുണ്ട്. ആനക്കലിയിൽ പൊലിഞ്ഞ ജീവനുകൾ. വയനാട് നൂൽപ്പുഴ കാപ്പാട് കാട്ടാനാക്രമണത്തിൽ 45-കാരൻ കൊല്ലപ്പെട്ടു. വെള്ളരി ഉന്നതിയിലെ മാനുവാണ് മരിച്ചത്. കടയിൽ നിന്ന് സാധനങ്ങളുമായി വരുമ്പോൾ ഇന്നലെ വൈകിട്ടാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്ഥലത്തെത്തിയ വൈൽഡ് ലൈഫ് വാർഡിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ച ശേഷമാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ നാട്ടുകാരെ അനുവദിച്ചത്. ഇന്നലെ രാത്രി 7:30-യോടെയാണ് മാനു കാപ്പാട് ഉന്നതിയിലെ ബന്ധുവീട്ടിലേക്ക് വരുന്നത്. ഉന്നതിക്ക് തൊട്ടുതാഴെയുള്ള കുളത്തിൽ വെള്ളം കുടിക്കുകയായിരുന്നു കാട്ടാന. ആന മാനുവിനെ എടുത്ത് കുടഞ്ഞെറിഞ്ഞു. അയാൾ പണിക്കേറി വന്നു, സാധനമൊക്കെ വാങ്ങി. അപ്പോൾ ആനയുണ്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. ആന വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോൾ അയാൾ പറയാ, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ, പിന്നെ ഒന്ന് മാറി നിൽക്കുമെന്നു. മാറിയല്ല ഇയാൾ നിൽക്കുന്നത്. ആന ഇങ്ങോട്ട് വന്നില്ലേ, പിന്നെ ഞാനെന്ത് പറയാൻ പറ്റൂ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ടതാണ് ഈ പ്രദേശം. കേരള തമിഴ്നാട് അതിർത്തിയാണ്. സ്വന്തമായി വീടില്ലാത്തതിനാൽ ബന്ധുവീടുകളിലാണ് മാനുവും ഭാര്യ ചന്ദ്രികയും കുട്ടികളും മാറി മാറി താമസിക്കുന്നത്. ഇന്നലെ ചന്ദ്രിക വെള്ളരി ഉന്നതിയിലേക്കും മാനു കാപ്പാട്ടേക്കും വരികയായിരുന്നു. ചന്ദ്രികയുടെ ഷാൾ മൃതദേഹം കിടന്ന സ്ഥലത്ത് കണ്ടതോടെ ഇവരെ കാണാനില്ല എന്ന അഭ്യൂഹമായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇവർ സുരക്ഷിതയാണെന്ന് വ്യക്തമായത്. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ ജനറൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. 6 ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാപ്പാട് ശേഷിക്കുന്നത്. ഇവിടെ ഇത് വീടിൻ്റെ ചുറ്റൂടാണ് ആനശാറ്. അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഞങ്ങൾ ഒഴിഞ്ഞു പോകാമെന്ന് വെച്ചാൽ ആ ചാറുമാർ ഞങ്ങൾക്ക് വീടുണ്ടാക്കി തരുന്നു, സ്ഥലമുണ്ടാക്കി തരുന്നു. കാട്ടാന ആക്രമണത്തിൽ വൻ പ്രതിഷേധമാണ് സംഭവ സ്ഥലത്തുണ്ടായത്. നിങ്ങൾ ചെയ്യാന്ന് പറയുന്നത് മാത്രം നിങ്ങളുടെ പണി ഇത് തന്നെയാണ്. എന്താ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് അറിയാം. കാരണം എന്താ പറയുക, അന്ന് ജാഗ്രതാ മീറ്റിംഗിൽ നിങ്ങൾ ഇതേ സാറ് പറഞ്ഞതാണ് ഞങ്ങൾ ചെയ്തൊരു ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കും. തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഫെൻസിംഗും ട്രെഞ്ചും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്ന് തീരുമാനം വന്നു. മനുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ഉടൻ കൈമാറും. There were some decisions taken by the പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് എല്ലാവരും കൂടെ നമുക്കൊരു ഡിസിഷൻ വി ഹാവ് ടേക്കൻ സർട്ടൻ ഡിസിഷൻസ്. സോ വിൽ ഇംപ്ലിമെന്റ് ദോസ് ഡിസിഷൻസ്. പിന്നെ വിൽ ഗിവ് ദം ഇമീഡിയറ്റ്ലി 5 lakh കമ്പൽസേഷൻ ഇന്ന് തന്നെ കൊടുക്കാം. കാപ്പാട് ഉന്നതിക്ക് താഴെയുള്ള ആനത്താരയിലൂടെ പലപ്പോഴും കാട്ടാനകൾ കടന്നുപോകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മാനുവിന്റെ മരണം നടന്ന മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴും കാട്ടാനയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. അതാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നതും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.